ഒരു ചെറിയ പട്ടണത്തിൽ ആവേശകരമായി ലേലം വിളിക്കുകയാണ്. അപൂർവ കലാസൃഷ്ടികളോ വില കൂടിയ ആഭരണങ്ങളോ അല്ല, സൈക്കിളുകളായിരുന്നു ലേലം. നഗരത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ വന്നു. പുതിയ തിളക്കമുള്ള സൈക്കിളുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ ആ ആൾക്കൂട്ടത്തിൽ വേറിട്ട് നിന്ന ഒരാളുണ്ടായിരുന്നു. കഷ്ടിച്ച് 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി. അവന്റെ കണ്ണുകളിൽ ആവേശം കാണുന്നു. തന്റെ പോക്കറ്റ് മണിയായി വളരെ കാലം സൂക്ഷിച്ചു വെച്ചിരുന്ന $5 ഉണ്ടായിരുന്നു അവന്റെ പക്കൽ. സൈക്കിൾ സ്റ്റേജിലേക്ക് കയറ്റിയ ഉടൻ ആൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, $5. പ്രതീക്ഷ നിറഞ്ഞ അവന്റെ ശബ്ദം മുറിയിലാകെ മുഴങ്ങി. അവനേക്കാൾ മുതിർന്നവർ ലേലം തുടങ്ങുകയും സൈക്കിൾ മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. ലേലത്തിന്റെ ഇടവേളയിൽ ലേലത്തിന്റെ ചുമതലക്കാരൻ ആൺകുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അയാൾ അവനോട് ആകാംക്ഷയോടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് $5 മാത്രം ലേലം വിളിക്കുന്നത്? ആൺകുട്ടി അയാളെ നോക്കിക്കൊണ്ട് തന്റെ നിഷ്കളങ്കമായ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പറഞ്ഞു, എന്റെ കയ്യിൽ മൊത്തത്തിൽ ഇത്രയും പണമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലേലക്കാരൻ രണ്ടാമത്തെ ലേലം ആരംഭിച്ചു. ലേലം വീണ്ടും ആരംഭിച്ചപ്പോൾ കുട്ടി തന്റെ പതിവിലേക്ക് മടങ്ങി. പുതിയ പുതിയ സൈക്കിളുകൾ എല്ലാം ലേലത്തിനായി കൊണ്ടുവരുമ്പോൾ എല്ലാം അവന്റെ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറയും, $5. അവന്റെ ദൃഢനിശ്ചയം ജനക്കൂട്ടത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ആളുകൾ പരസ്പരം മന്ത്രിക്കാനും സൂക്ഷ്മമായി അവനെ നിരീക്ഷിക്കാനും തുടങ്ങി. അങ്ങനെ ലേലക്കാരൻ അവസാനത്തെ ലേലം വിളിക്കാൻ ആരംഭിച്ചു. ഇത്തവണ ലേലത്തിനായി കൊണ്ടുവന്നത് മുമ്പ് ലേലം വിളിച്ച സൈക്കിളുകളെക്കാളും മികച്ച സൈക്കിളായിരുന്നു. പൂൾ ഗിയറുകൾ, രാത്രി സവാരിക്കായി തെളിച്ചമുള്ള ലൈറ്റുകൾ, അങ്ങനെയുള്ള എല്ലാത്തരം ഫീച്ചേഴ്സുകളും കൂടിയതാണ്. മിനുസമാർന്ന തിളക്കമുള്ള സൈക്കിൾ ആരാണ് ലേലം തുടങ്ങുന്നത്? ലേലക്കാരൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. പയ്യൻ ഏറെക്കുറെ പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, $5. എല്ലാവരുടെയും കണ്ണുകൾ ആ കുട്ടിയുടെ നേരെ തിരിഞ്ഞു. എന്നാൽ അവന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടു നിന്ന് ആരും ലേലം തുടർന്നില്ല. ലേലം 1 തവണയും 2 തവണയും 3 തവണയും വിളിച്ചു. എന്നാൽ ഉയർന്ന ലേലമൊന്നും കാണാനായില്ല. ലേലക്കാരൻ ഉറക്കെ പ്രഖ്യാപിച്ചു, $5 ലേലം അവസാനിപ്പിച്ചിരിക്കുന്നു. ആഹ്ലാദത്തിന്റെയും കരഘോഷത്തിന്റെയും തിരമാലകൾ മുറിയിൽ നിറഞ്ഞു. വിശ്വാസത്താൽ നിറഞ്ഞ കണ്ണുകളുമായി കുട്ടി എഴുന്നേറ്റു നിന്നു. ശേഷം അവന്റെ ക്ഷീണിച്ച $5 വായുവിലേക്ക് ഉയർത്തി. അതായത് അവന്റെ ദൃഢനിശ്ചയത്തിന്റെ ട്രോഫി. അങ്ങനെ അവൻ അവന്റെ മികച്ച സമ്മാനം സ്വന്തമാക്കി. ആൺകുട്ടി ഇപ്പോൾ സൈക്കിളിന്റെ അഭിമാനിയായ ഉടമയാണ്. അവന്റെ ചിരി തെരുവുകളിൽ പ്രതിധ്വനിച്ചു. അവന്റെ ചിരി സൂര്യനെ പ്രകാശിപ്പിച്ചു. അവനേക്കാൾ മുതിർന്നവരും പോക്കറ്റ് മണിയുള്ളവരുണ്ടായിട്ടും അവന് സമ്മാനം ലഭിക്കാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന ജനങ്ങൾ തന്നെയാണ്. ചിലരുടെ മുഖത്തെ സന്തോഷം നമ്മൾ കാരണമാകുമ്പോൾ അതെന്ത് മനോഹരമായിരിക്കുമല്ലേ. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.